കല്ലുവട്ടി താലൂക്കിലെ വാഴക്കാട് വില്ലേജിൽ ആക്കോട് പട്ടേൽ ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരിങ്കൽ കോറിയിൽ നിന്ന് 10 മിനിറ്റിൽ 100-ൽ പരം ടിപ്പറുകളുമാണ് ഇവിടെ നിന്ന് അമിതഭാരം കയറ്റി തീർത്തും നിയമപരമല്ലാതെ പോകുന്നത്. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് റോഡിലൂടെയുള്ള കാൽനടയാത്ര വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അമിതഭാരം കയറ്റി ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാരെയും വാഹനങ്ങളെയോ നോക്കാതെയാണ് പോകുന്നതെന്നും തലനാരിയേക്കാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. കോറിയിലെ ഉഗ്രസ്ഫോടനം വഴി തൊട്ടടുത്ത സ്ഥലങ്ങളിലെ വീടുകൾ ഉൾപ്പെടെ വിള്ളലുകൾ അനുഭവപ്പെട്ടതായും പറയുന്നുണ്ട്. പ്രധാനമായും മലയുടെ മറുഭാഗത്തുള്ള വീടുകൾക്ക്. ജില്ലയിൽ മഴക്കാല മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ 2 ദിവസമായിട്ട് ആശ്വാസമുണ്ടെന്നും നാട്ടുകാർ നിലവിൽ ഇസിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ രേഖകൾ പഞ്ചായത്തിൽ ഹാജരാക്കിയിട്ടില്ലെന്നും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്നുണ്ട്. തീർത്തും രാഷ്ട്രീയ മനോഭാവത്തോടെയുള്ള തൊഴിലാളികളുടെ പ്രവർത്തനത്തിലും നാട്ടുകാർ ആശങ്കയിലാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധരാണ് ചില വാഹനങ്ങളിൽ ജോലിക്കെത്തുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമ്പലക്കുഴി സമരസമിതി ഓഫീസ് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. നമ്മൾ പ്രായം കുറേ അധികം ഉള്ളവരാണ്. നമ്മൾ തീരെ റോഡ് കൂടെ പോകാൻ വയ്യ. ഞാൻ മെനാന്ന് വീട്ടിൽ പോകുമ്പോൾ ഒരു വണ്ടി ഞങ്ങൾ സൈഡ് വീട്ടിൻ്റെ കാലിൻ്റെ അടുത്ത് കൂടിയാണ് പിന്നെ ഈ കോറിയിലേക്കുള്ള വണ്ടി കൊണ്ട് വന്നത്. ഞങ്ങൾ സൈഡ് ഇവിടുന്ന് തന്നെയാണ്. പിന്നെ ഇപ്പം നമുക്ക് ആർക്കും തീരെ പോകാനാണ്. പിന്നെയാണ് പെര മുഴുവൻ പൊട്ടിയിട്ട് തകർന്ന് നിൽക്കുക. നമ്മളൊരു കോറിൻ്റെ ഓട്ടിൽ നിന്നാണ് ഒരു ഇവിടേക്ക് വന്നതില്ലാത്തവർക്ക്. പിന്നെ ഇപ്പോൾ എവിടെയും കോറി അധികരിച്ചിരിക്കുകയാണ്. വായിൽ ഇതേമാതിരി കോറി അധികമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടു പോകുന്നത്. നമുക്ക് ആരും ഇതിനെപ്പറ്റി ഇറങ്ങാനും പറയാനും ആരുമില്ല. ഒക്കെ അവരെ ആളുകൾ തന്നെയുള്ളൂ. നമ്മളൊക്കെ എന്തായാലും സൈഡാകുക. അതാണ് നമ്മൾ പാവങ്ങളെ സ്ഥിതി. ഇവിടെ എല്ലാ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും ഒന്നും ഇതിലെ വഴി പോകാൻ പറ്റും. എന്നാൽ കഴുത്തിന് ഇവിടെ എല്ലാവരും കുപ്പായം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ചളിയർപ്പിച്ചിട്ട്. ഇങ്ങനെ എല്ലാവരോർക്കും പറഞ്ഞിട്ട് ആർക്കും പറയാൻ കിട്ടുന്നില്ല. ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു പുരോഗതി നമുക്ക് വേണ്ട. ഇത് ഇവർ കുറേ പണം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ നമുക്ക് പണം വെച്ചേക്കാൻ പാത്രം വേണ്ടേ. എൻ്റെ പേര് കുഞ്ഞാലി. അവിടെ കരിക്കാട്ട് കുഴിയിൽ തന്നെ. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.